നീ എന്താ ഇവിടെ? ഇതെന്റെ ഏട്ടത്തിയമ്മ താമസിക്കുന്ന വീടല്ലേ, അപ്പൊ വിഷുവായിട്ട് ഇവിടെ ഒന്ന് വരാന്ന് കരുതി. ആഹാ, വിഷുവായിട്ട് എല്ലാരും എത്തിയോ? എന്നിട്ട് അവരവിടെ എന്റെ ഏട്ടത്തി. അതെന്തിനാ നീ അറിയുന്നേ? നിനക്ക് മഹി ആരുമല്ലല്ലോ. ആരും അല്ലായിരുന്നു. എന്നാൽ എന്തോ ഇന്ന് രാവിലെ വിഷുവായിട്ട് എഴുന്നേറ്റപ്പോ ആരോ വന്ന് എന്നോട് പറയും പോലെ തോന്നി, എടാ ഉണ്ണി, നീ നിന്റെ ഏട്ടത്തിയമ്മയെ പോയി കണ്ട് അവരുടെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങണമെന്ന്. ഒന്ന് വിളിക്കോ എന്റെ ഏട്ടത്തിയെ? ഏട്ടത്തിക്ക് ഇയാളെ കാണാൻ ഒരു താല്പര്യവുമില്ല, പിന്നെ എന്തിനാ വിളിക്കുന്നേ? ഞാൻ ഇന്നെന്റെ ഏട്ടത്തിയെ കാണാതെ പോവില്ല. അവരിവിടെ ഇല്ലാന്നൊന്നും പറയണ്ട, ഇവിടെ ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാ. നിന്നോട് കള്ളം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. മഹി ഇവിടെ ഉണ്ട്. എന്നാലൊന്ന് വിളിച്ചൂടെ? ഞാൻ ഏട്ടത്തി ഒന്ന് കാണട്ടെ. കണ്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളി രൂപ വാങ്ങിച്ചിട്ട് പൊയ്ക്കോളാം. നീ വിഷുവായിട്ട് തുനിഞ്ഞിറങ്ങിയതാണെന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ട് നിനക്കെന്താ? നീ മിണ്ടരുത്. അന്യന്റെ ഭാര്യയെ തട്ടിയെടുത്തോണ്ട് പോയ നേരും നെറിയില്ലാത്ത ഒരുത്തനാ നീ. പിന്നെ നേരും നെറിയുള്ളത് ഇയാൾക്കാണോ? അതോ ഇപ്പൊ കോമയില് കിടക്കുന്ന അവനോ, ആ മേഘന്? എനിക്ക് ഇത്തരം വില കുറഞ്ഞ സംസാരങ്ങൾക്ക് മറുപടി പറയാൻ വയ്യ. എനിക്ക് ഏട്ടത്തി ഒന്ന് കാണണം, എന്നിട്ട് വന്ന കാര്യം സാധിച്ചിട്ട് പോണം. പ്ലീസ് ഒന്ന് വിളിക്കേ. ഞാൻ വന്നതേ ദുരുദ്ദേശത്തോടൊന്നും അല്ല. ഇതെന്താ എല്ലാവർക്കും ടെൻഷൻ പോലെ? ഞങ്ങൾക്ക് എന്ത് ടെൻഷൻ? വിഷുവായിട്ട് വിഷമുള്ളിൽ വെച്ച് നടക്കുന്നവനെ കാണരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോ അത് നടക്കാതെ പോയതിൽ നേരിയ സങ്കടമുണ്ട്. കണ്ണേട്ടാ, നമ്മൾ സംശയിച്ചത് ശരി തന്നെയാ. അവൻ എന്തോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മഹി ഒന്ന് കാണുമെന്ന് പറയുന്നേ. പിടിക്കപ്പെട്ടെന്ന് കരുതാം. കണ്ണേട്ടൻ അങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. മാലേക്ക് ജോലി പോയതിനു ശേഷം ഇങ്ങനെ അലഞ്ഞു തിരിയുവാ, എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ വെച്ചോണ്ട്. നിന്റെ ജോലി എനിക്ക് തരാമെന്ന് ലക്ഷ്മി മാഡം പറഞ്ഞതാ. എന്നിട്ട് പിന്നെ തോമസ് സാറിന്റെ നിന്ന് വിട്ടുവരാൻ വയ്യാത്തോണ്ടാ ഞാൻ അതിന് തയ്യാറാവാത്തത്. നീ എന്തിനാണ് ഈ നാട്ടിൽ കാലുകുത്തിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം.